ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ആക്നെ മെഡിക്കേഷനെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. ഐസോട്രെറ്റിനോയിൻ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ പുറമേ അപ്ലൈ ചെയ്യാനായിട്ട് പിമ്പിൾസ് വന്ന പാടും പിമ്പിൾസൊക്കെ മാറാനായിട്ട് പുറമേ ഒരുപാട് ക്രീംസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഉള്ളിൽ കഴിക്കുന്ന ഒരു ടാബ്ലറ്റാണ് ഐസോട്രെറ്റിനോയിൻ. അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഐസോട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് മാത്രം എടുക്കാവുന്ന ഒരു ടാബ്ലറ്റാണ്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും നമുക്കിത് യൂസ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടോ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ ഒരിക്കലും ഐസോട്രെറ്റിനോയിൻ യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ വീഡിയോ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു നോളജാണ്. ഐസോട്രെറ്റിനോയിൻ നിങ്ങൾക്ക് നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നാൽ, എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുക, ഡോക്ടറിൻ്റെ സജഷൻ തേടുക. മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഐസോട്രെറ്റിനോയിൻ ഒരിക്കലും ഫസ്റ്റ് ചോയ്സ് അല്ല. അതായത് മറ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടും അല്ലെങ്കിൽ പുറമേ ടോപ്പിക്കലായിട്ട് നമ്മൾ ക്രീംസ് അപ്ലൈ ചെയ്തിട്ടും മറ്റ് ടാബ്ലറ്റ്സ് എടുത്തിട്ടും ഒരു മാറ്റവും ഇല്ല എങ്കിൽ മാത്രമാണ് നമ്മൾ ഐസോട്രെറ്റിനോയിൻ ചൂസ് ചെയ്യുന്നത്. ഐസോട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ എ ഡെറിവേറ്റീവ് ആണ്. അതായത് നമ്മുടെ ഈ ട്രെറ്റിനോയിനൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ നമ്മൾ സെയിം യൂസ് ചെയ്യുന്നതാണ് ഐസോട്രെറ്റിനോയിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റാണ്. നമ്മളത് സിവിയർ ആയിട്ടുള്ള ആക്നെ വരുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. സോ ഐസോട്രെറ്റിനോയിൻ ഒരിക്കലും ഒരു ഫസ്റ്റ് ചോയ്സ് അല്ല, ഒരു ലാസ്റ്റ് ചോയ്സ് ആണ്. ഇനി ഐസോട്രെറ്റിനോയിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സിവിയർ ആയിട്ടുള്ള ആക്നെ ഇത് മാറ്റും. അതുപോലെ തന്നെ ആ ആക്നെ വന്നിട്ടുള്ള സ്കാർസ് മാറ്റാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓപ്പൺ പോർസിനെ അത് മാക്സിമം ഷ്രിങ്ക് ചെയ്യിക്കുന്നുണ്ട്. അതേപോലെ ഫ്രിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇവയൊക്കെ മാക്സിമം ഇത് കവറപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഐസോട്രെറ്റിനോയിൻ എന്ന് പറഞ്ഞത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെഡിസിനാണ്. അതുകൊണ്ട് തന്നെ കുറേ അധികം സൈഡ് എഫക്ട്സ് ഇതിനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൈഡ് എഫക്ട്സ് ആയിട്ട് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈനെസ് ആണ്. ഡ്രൈനെസ് നമ്മൾ ഈ ടാബ്ലറ്റ് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. മെയിനായിട്ടും ഐസോട്രെറ്റിനോയിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഡ്രൈനെസ് ആണ്. ഡ്രൈനെസ് എന്ന് പറയുമ്പോൾ ഐ ഡ്രൈനെസ്, ലിപ്സ്, നോസ്, സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പെയിൻ, മസിൽ പെയിൻ എന്നിവയൊക്കെയാണ്. ഐസോട്രെറ്റിനോയിൻ നമ്മൾ കഴിച്ചൊരു 2 വീക്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് കണ്ടു തുടങ്ങുമെന്നാണ് പറയുന്നത്. ഇത് ഉള്ളിൽ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ പതുക്കെ ഈ സെബം പ്രൊഡക്ഷൻ, ഓയിൽ പ്രൊഡക്ഷൻ ഇല്ലാതെയാക്കും. അപ്പോൾ സെബം പ്രൊഡക്ഷൻ ഓൾറെഡി കുറയും. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി വരും. അപ്പോൾ തന്നെ ഡ്രൈ ആവുമ്പോൾ തന്നെ ആ പിമ്പിൾസ് വരാനുള്ള പോസിബിലിറ്റി കുറഞ്ഞു വരും. പിന്നെ നമ്മൾ ഐസോട്രെറ്റിനോയിൻ എടുക്കുന്ന സമയത്ത് മറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറയും. മീൻസ് വാക്സിങ്, ലേസർ ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം. റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ അത് ഒരു മുറിവ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഐസോട്രെറ്റിനോയിൻ എടുക്കുന്ന സമയത്ത് അത് ഉണങ്ങാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് മറ്റ് ട്രീറ്റ്മെൻറ്റ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട്. ഐസോട്രെറ്റിനോയിൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായാലും എടുത്തൊരു 6 മന്ത് വരെ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഐസോട്രെറ്റിനോയിൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കാരണം ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവയൊക്കെ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇതൊരിക്കലും പ്രഗ്നൻസി സേഫ് അല്ല. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും ഇത് നമ്മൾ ഇൻടേക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ ഐസോട്രെറ്റിനോയിൻ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ടാവാനായിട്ടുള്ളൊരു ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പെർമനൻ്റ് അല്ല. നമുക്ക് പിന്നെയും നമ്മൾ ഇത് നിർത്തി കഴിയുമ്പോൾ പഴയതുപോലെ ഓക്കെ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എടുക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിവിയർ ആയിട്ടുള്ള ആക്നെയാണ്, നിങ്ങൾക്ക് മറ്റൊന്നും ടോപ്പിക്കലായിട്ടൊന്നും യൂസ് ചെയ്തിട്ട് ഒരു മാറ്റം ഇല്ലെങ്കിൽ മാത്രം ഡോക്ടേഴ്സിനെ കാണുക. ഡോക്ടേഴ്സിനോട് ഇതിനെ പറ്റി അഭിപ്രായം ചോദിക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിലും ഡോക്ടർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.